ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൺ. ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അഫ്ഗാനി പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോ ബസ്മതി റൈസ് നന്നായി കഴുകിയ ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഏലക്കായ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇവ മൂന്നും നന്നായി പൊടിച്ചെടുക്കണം. പുലാവ് റെഡിയാക്കാനുള്ള പാത്രം ചൂടായ ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക. ഓയിൽ ചൂടായ ശേഷം 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായി ബ്രൗൺ കളറിലായി കിട്ടണം. സവാള നന്നായി ബ്രൗൺ കളറായ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റൈസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സവാള എത്രത്തോളം ഡാർക്കായിട്ട് വഴറ്റുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ റൈസ് വരുന്നുണ്ടാവുക. സവാളയിലിട്ട് മട്ടൺ നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ച മസാലയും ചേർക്കണം. മട്ടനിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം മാത്രം ചേർക്കുക. 2 കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് മട്ടൻ നന്നായി വേവിച്ചെടുക്കണം. ഇരുപത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മട്ടൻ്റെ വേവൊന്ന് നോക്കാം. എന്നിട്ട് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് മട്ടൻ നന്നായി വേവിച്ചെടുക്കാം. 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് എനിക്ക് മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുള്ളത്. മട്ടൻ നന്നായി വെന്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. അതും തിളച്ച വെള്ളമാണ്. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ കറുത്ത ഉണക്കമുന്തിരിയും ചേർത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പുലാവിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് അരി ഇട്ട ശേഷം നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിയുടെ മുകളിലേക്ക് അല്പം പൊങ്ങി നിൽക്കുന്ന പോലെ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് നിർത്തുക. ഇതാണ് നമ്മുടെ പുലാവിലേക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്. ഇതിലേക്ക് അല്പം ഉപ്പും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ മസാലയും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വെള്ളത്തിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യണം. വെള്ളം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ദം ചെയ്യാനുള്ളതാണ്. അരി പകുതി വെന്ത ശേഷമാണ് ദം ഇടേണ്ടത്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാന് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് പുലാവിൻ്റെ പാത്രം വെച്ച് കൊടുത്ത്
ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി നന്നായി ടൈറ്റ് ചെയ്ത ശേഷം വേണം അടച്ചു വെക്കാൻ. തീ സിമ്മിലിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി നല്ല കറക്റ്റായിട്ട് നമ്മൾ റൈസ് കിട്ടിയിട്ടുണ്ട്. മുകളിലുള്ള അല്പം ക്യാരറ്റും റൈസിൻസും മാറ്റി വെക്കുകയാണ് ഗാർണിഷിന് വേണ്ടിയിട്ട്. റൈസ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം.